എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ ഉസ്താദിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു കുരങ്ങന്റെ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അതിന് ഉസ്താദ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണ്, എന്നിട്ട് ബാക്കി. അൻസാരി ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോ ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവരാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും. നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആശയത്തിൽ ഉറഞ്ഞു നിന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം പോലെ. ഏതാ ഭാഗം ഞാൻ ഓതിയത്? നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സത്യത്തിനൊപ്പമാണ് എങ്കിൽ, ശരിക്കൊപ്പമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം അറിയോ? നമ്മളിങ്ങനെ വലിക്കുന്ന ചില ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ വലിക്കും അങ്ങനെ ആളുകൾ, ആ മൂക്കിപ്പൊടി. ഇത് ആദ്യം വലിക്കുന്ന സമയത്ത് പിടുത്തം വിട്ട തുമ്മല, ഭയങ്കര തുമ്മല. സുറുമ ആദ്യമായിട്ട് എഴുതുമ്പോൾ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞെഴുതും. എല്ലാ ദിവസവും സുറുമ ഇട്ടാലാ കണ്ണീന്ന് വെള്ളം വരൂല. എല്ലാ ദിവസവും മൂക്കിപ്പൊടി വലിച്ചാലാ അവന്റെ അടുത്ത് നിൽക്കുന്ന ആള് അവനൊരു 150 തുമ്മലും ഇവന്റെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ബസ് സ്റ്റോപ്പിലുള്ള മുഴുവൻ ആളുകളും തുമ്മും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന വർഗീയത, വിദ്വേഷ പ്രചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ തന്നെ ഉള്ളടോ. സോഷ്യൽ മീഡിയക്കപ്പുറം സ്നേഹത്തിന്റെ ഒരു മഹാലോകം ഉണ്ടെന്നേ. നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ തിരിച്ചറിച്ചിട്ടില്ലേ നമ്മുടെ നാടാകപ്പാടം മാറിപ്പോയി, മനുഷ്യരൊക്കെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അറിയാത്ത, ഈ പ്രചരണങ്ങളെ ഒന്നും ഭാഗമാകാത്ത അനേകായിരം മനുഷ്യരുണ്ട്. അവരുടെ കണ്ണിലൂടെ മനുഷ്യരെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. അവരോടൊപ്പം നമ്മളൊന്ന് ചേർന്നിരുന്നു നോക്കിയേ, ഒന്ന് മനസ്സ് തുറന്നു നോക്കിയേ, സ്നേഹത്തിൻ്റെ മഹാലോകം നമുക്ക് കാണാൻ കഴിയും. അവരോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ ഒരു മാലയിലും ഒത്തുപോലെയാണ്. ഒട്ടിയല്ലാതെ ചേർന്നല്ലാതെ ഇരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അനേകായിരം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മനുഷ്യരാണ്, മനുഷ്യർക്കൊപ്പം. ഇത്ര ഉള്ളടാ. ഇതുപോലത്തെ കൈതകൾക്കുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു മറുപടി ഉസ്താദ് കൊടുത്തില്ലേ, സ്പോളിയാണ്. പിന്നെ ആശയങ്ങൾ കൊണ്ട് തന്നെ പോരാടാം. അല്ലാതെ കോലം കത്തിച്ചും അല്ലെങ്കിൽ ഫോട്ടം മാറ്റി കുരങ്ങൻ്റെതും പന്നിന്റെ മോകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണമെന്നുണ്ടല്ലോ. ഈ ആണും പെണ്ണും കെട്ട വർഗങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യല്. ആശയങ്ങളെ കൊണ്ട് പോരാടി പഠിക്ക്. അല്ലാണ്ട് ഇതുപോലത്തെ ചെറ്റത്തരം കാണിച്ചിട്ടല്ല ആണത്തം കാട്ടേണ്ടത്. ഇത് ഏത് ചെറ്റാണ് ചെയ്തെങ്കിലും ഇതിന് ഒരിക്കലും നല്ലവരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതിന് എതിർത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതുകൊണ്ടൊന്നും നമ്മളെ ഉസ്താദ് തളരാൻ പോകുന്നില്ല. ഉസ്താദ് അതിൻ്റെതായ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീയിൽ കുരത്തത് വെയിലത്ത് വാടുമോ അത് അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ എത്ര തളർത്താൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. സത്യം അത് എവന്റെ മുഖത്ത് നോക്കി പറയാൻ പഠിച്ച ഉസ്താദ് അത് മരണം വരെ നിലനിൽക്കും ചെയ്യും.